بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أفوض أمري إلى الله إن الله بصير بالعباد بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه ألا يا رسول الله يا خير مرسلين ومن جوده خيرا ولينيل عليك صلاة الله ثم سلامه بتعداد ما قطر من السحب ينزل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا نور الله الصلاة والسلام عليك يا حبيب الله خذ بأيدينا قلت حيلتنا فأدركنا يا رسول الله അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടെ പരിശുദ്ധ ഇൽമു ദിക്ർ സ്വലാത്തിന്റെ മജ്ലിസിൽ സംബന്ധിച്ച വന്യരായ പണ്ഡിത മഹത്തുക്കളെ, സാദാത്തുക്കളെ, നേതാക്കളെ, പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, വിശിഷ്യ മുതഅല്ലിമുകളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇഹത്തിലും പരത്തിലും കൂലി കിട്ടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, മശായിഖ്, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, ദീനിന്റെ പേരിൽ നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, നമുക്ക് ഭക്ഷണങ്ങളും മറ്റും നൽകുന്ന, ഈ സംഗമത്തിലേക്ക് സഹായിച്ച, സഹകരിച്ച, സംഭാവനകൾ നൽകിയ, ദുആ വസിയത്ത് ചെയ്ത, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്നാട്ടിലും വിദേശത്തുമുള്ള മുഅ്മിനീങ്ങളുടെയും മറ്റ് മുൻകാല പ്രവർത്തകരിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങളുടെയും എല്ലാവിധ ദോഷങ്ങളെയും ഗഫൂറും ഗഫാറുമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളെയും ഷാഫിയും കാഫിയുമായ റബ്ബ് ശിഫയാക്കട്ടെ. നമ്മുടെയും അവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ഇരുവീട്ടിലും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ സമയം ഈ സദസ്സിലേക്ക് ആവശ്യമായത് പറയിപ്പിക്കുകയും അത് നമ്മുടെ ഇഹപര വിജയത്തിന് ആധാരമായി എന്നുമെന്നും കാത്തു സൂക്ഷിക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ സദസ്സിനെ ദിക്റിന്റെയും സലാത്തിന്റെയും മജ്ലിസായി അംഗീകരിക്കുകയും ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ദുആകളെ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിച്ച് അവന്റെ ഉത്തമ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യമേ അറിയിക്കുന്നത്, ഞാനൊരു പ്രാസംഗികനല്ല. ബഹുമാനികളെ, എൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തകന്റെ ഉമ്മയെ അസുഖമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഷാഫിയും കാഫിയുമായ റബ്ബ്
മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അസ്ഹാബുൽ ബദരീങ്ങളുടെയും മഹാന്മാരായ മശായിഖുമാരുടെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ശിഫ ഖൈറെങ്കിൽ കാമിലായ ശിഫ നൽകട്ടെ, ശരിയായ ശിഫ നൽകട്ടെ, ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരു പ്രാസംഗികനല്ലെന്ന് ആദ്യമേ ഉണർത്തുന്നു. പ്രസംഗം പലതും നിങ്ങൾ കേട്ടു, അവരാണ് പ്രാസംഗികന്മാര്. വേണ്ട കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവും എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഒരു പ്രസംഗത്തിലേക്ക് മുതിരാതെ ഒരല്പസ്വല്പ വാക്കുകൾ നാം വിജയിക്കണം. നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കണം. അതിനാവശ്യമായ അല്പസ്വല്പ കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി വഴുകാതെ ഒരൽപ്പം ദിക്റും സലാത്തും ചൊല്ലി അല്പം ഫാത്തിഹ ഓതി നമുക്ക് പിരിയാം. സമയം കൂടുതലായി എന്ന് തോന്നുകയാണെങ്കിൽ ദിക്റൊക്കെ കട്ട് ചെയ്യാം. പക്ഷെ ഇത്രയും ആളുകൾ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വർഷത്തിലൊരിക്കലേ ഉള്ളൂ അല്ലേ, വർഷത്തിലൊരിക്കലുള്ളൂ. അപ്പോൾ ഒരല്പം ദിക്റും ചെല്ലാം. എന്തിനു വേണ്ടി? നമ്മോട് ദുആ അല്ലാഹ് സ്വീകരിക്കാൻ വേണ്ടി. അതിനാവശ്യമായത് നമുക്ക് ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബഹുമാനികൾ, എല്ലാ മനുഷ്യരുടെയും ചിന്ത, ലക്ഷ്യം, ശ്രദ്ധ, വാക്ക്, പ്രവർത്തനം വിജയിക്കണം, വിജയിക്കണം. ഏത് ജാതിയായിരുന്നാലും, ഏത് പ്രായക്കാരനായാലും പ്രായക്കാരിയായാലും എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ഒരേ ഒരു ലക്ഷ്യമാണ്, വിജയിക്കണം. കുട്ടികളാണെങ്കിൽ അവർ LKG UKG തുടങ്ങി അവരാഗ്രഹിക്കുന്നു വിജയിക്കണം. പഠിത്ത് പെട്ടെന്നൊരു സ്ഥലത്തൊരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞുമോൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം വിജയിക്കാൻ. എടോ നീ എന്തിലാ പഠിക്കണത്? ഞാൻ AKG ആണ്. LKG എന്ന് പോലും പറയാനുള്ള പ്രാപ്തി അവൻ എത്തിച്ചിട്ടില്ലാത്ത ഒരു കൊച്ചുമോമെന്ന് പറയുന്നത് ഞാൻ വിജയിക്കാൻ ദുആ ചെയ്യണം എന്ന്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് തൊട്ട് എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം വിജയിക്കണം എന്നാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞൻ നായർ, മൂപ്പര് പറഞ്ഞു, ഒരിക്കൽ മുസ്ലിരെ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും, നമുക്ക് നാളെ വിജയിക്കണ്ടേ എന്ന്. നമുക്ക് നമ്മുടെ നാളെ വിജയിക്കണ്ടേ എന്ന് ഞാൻ ഒരല്പസമയം ഒന്ന് ചിന്തിച്ചു പോയി. ഇത് പറയുന്നത് ആരാ? ഒരു പോക്കറല്ല, കുഞ്ഞൻ നായരാ. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും ശ്രദ്ധ, ചിന്ത വിജയിക്കണം എന്നുള്ളതാ. പക്ഷെ അതിൽ നിന്ന് അല്പം മാറിയാണ് മുഅ്മിനീങ്ങൾ ചിന്തിക്കുന്നത്. അതെന്താ? അവർക്ക് ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കണം. ചില ആളുകൾ ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവര് അവര് ചോദിക്കുന്നത് ഈ ഭൗതിക യുഗത്തിലുള്ള വിജയങ്ങളാ. എങ്കിൽ മുഅ്മിനീങ്ങൾ ചോദിക്കുന്നത് അതല്ല, ദുന്യാവിലെയും ആഖിറത്തിലെയും വിജയം. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുന്യാവിൽ ഹസനത്ത് ഉണ്ട്, ആഖിറത്തിലും ഹസനത്ത് ഉണ്ട്. ഇതാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷ്യം. എങ്കിൽ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം, എന്താണ് വിജയം, അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അല്പം വാക്കുകൾ. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതോ അത് പൂർത്തിയാവുമ്പോഴാണ് അൽഹംദുലില്ലാ വിജയിച്ചു എന്ന് പറയാ. കുറെ വിശദീകരിക്കാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും വലിയ ആഗ്രഹം ഏതോ അത് പൂർത്തിയാവുമ്പോഴാണ് വിജയിച്ചു എന്ന് പറയാ. അതിന്റെ താഴെ കുറെ താഴെ നമ്മൾ വിജയിച്ചു വിജയിച്ചു എന്ന് പറയും. കാര്യം എന്തായാലും ഞാൻ ഇപ്പൊ വിജയിച്ചു കേട്ടോ. എന്താ? എന്റെ ആ ഒരു കുട്ടിക്ക് കുറച്ച് അസുഖമായിട്ട് ഞാൻ അങ്ങനെ കുറെ ദിവസമായിട്ട് കറക്കത്തില്ലായിരുന്നു. അപ്പൊ അത് സലാമത്തായി അൽഹംദുലില്ലാ വിജയിച്ചു വിജയിച്ചു. കാളോട്ട് ഒരു പറയും, എന്റെ ഇപ്പൊ കാളോട്ട് കുറവാണല്ലേ, നിങ്ങളെ ഈ ഭാഗത്തുണ്ടോ ഈ കറിഞ്ഞൂടാ. ഓരോ മേഖല പറയാ. അവര് പറയും ഞാൻ നല്ല പേടിയിലിരുന്നു ഇന്നലെയൊക്കെ പോകുമ്പോ. എന്തായാലും എന്റെ ആ പോത്ത് കണ്ട മൂന്നാം മൂലയിൽ അങ്ങോട്ട് വലിച്ചിട്ടേ എല്ലാരും കൈയടിച്ചു പോയി.
വിജയിച്ച് നമ്മള്, അതും ഒരു വിജയ. ഇവിടെ കാളോട്ടുണ്ടോ അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ എല്ലാ മേഖലയിലുമുണ്ട് വിജയം. പക്ഷെ യഥാർത്ഥ വിജയം എന്ത്? ഒരു മനുഷ്യൻ വിശാലമായി മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്കുള്ള നിഅമത്തുകൾ ഏത്, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്, എന്റെ മുൻകാല അവസ്ഥ എന്ത്, ആരാണ് എന്നെ ഇതേ രൂപത്തിൽ സൃഷ്ടിച്ചു വിട്ടത്, എന്നെ ഇതേ രൂപത്തിൽ നിലനിർത്തുന്നവൻ ആരാണ്, ഞാനൊരു കാലത്ത് ഒന്നുമല്ലാത്ത സാധനമായിരുന്നു, എന്റെ മാതാപിതാക്കൾ ജനിക്കുന്നതിന്റെ മുമ്പ്, ജനിച്ച് വർഷങ്ങൾ കഴിയുന്നത് വരെ ഞാൻ എവിടെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന്, എന്റെ മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു തുള്ളിയിൽ നിന്ന്, ഒരേ ഒരു തുള്ളിയിൽ നിന്ന് ഇതുപോലെയുള്ള തൊലി, മാംസം, എല്ലി, ഞണം, നഖം, മുടി, പല്ല് തുടങ്ങിയുള്ള സർവ്വ സാധനങ്ങളും അടങ്ങിയ ഒരു മഹാലോകം ആവുന്ന എന്നെ സൃഷ്ടിച്ചവൻ അല്ലാഹ്. ഒരു തുള്ളിയിൽ നിന്ന് സ്ത്രീനെയും പുരുഷനെയും വ്യത്യസ്തമായ രൂപത്തില്, സ്ത്രീകൾക്ക് താടിയും മീശയുമില്ല, പുരുഷനിക്കാണെങ്കിൽ താടിയും മീശയും കയ്യിലും കാലിലും രോമങ്ങളുമുണ്ട്. വിവിധ രൂപത്തിൽ, വ്യത്യസ്തമായ രൂപത്തില്, ഒരേ ഒരു ഭക്ഷണം കഴിക്കുന്ന, ഒരേ ബെഡിൽ കിടക്കുന്ന, ഒരേ സംസ്കാരത്തിൽ വളരുന്ന അതേ മാതാപിതാക്കളുടെ സന്താനങ്ങൾ സ്ത്രീയും പുരുഷനും വ്യത്യസ്തമാണ്. അതിൽ നിന്ന് ഈ കാമിലായ രൂപത്തില് എന്നെ സൃഷ്ടിച്ചവൻ ആരാ? അവനാണ് എന്റെ ഖാലിഖ്, എന്റെ റബ്ബ്, അവനാണ് എന്റെ ഇലാഹ്, അവനാണ്. ഈ സാധനം എന്ന് പറയുന്നത് മഹാത്ഭുതമായ ഒരു സാധനമാണ്. രണ്ട് കാലിൽ സുന്ദരമായി നടന്ന് മന്തി കഴിച്ച് പാലും കുടിച്ച് നടക്കുമ്പോൾ നമുക്കതറിയുന്നില്ല. നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ മഹാത്ഭുതകരമായ ഒരു സാധനമാണ് മനുഷ്യൻ. ഒരേ ഒരു ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേ എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ കണ്ണെന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ അവയവങ്ങളിൽ വെച്ച് അത്ഭുതകരമായ ഒരു സാധനമാണ് കണ്ണ്. ഈ കണ്ണെന്ന് പറയുന്ന സാധനം എന്ത്? ഒരു പശുവിന്റെ, പോത്തിന്റെ, ആടിന്റെ ഒരു കണ്ണെടുത്തുകൊണ്ട് ഒഴിഞ്ഞു പോയിരുന്ന മുള്ളുകൊണ്ട് പൊട്ടിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളിൽ ലോഹ സാധനങ്ങളില്ല. ഈ ക്യാമറ നിങ്ങൾ നോക്കുക, അതിന്റെ ഉള്ളിൽ പലതും കാണാം. അതേ സ്ഥാനത്ത് ഒരു സാധനത്തിന്റെ, മൃഗത്തിന്റെ കണ്ണെടുത്ത് പൊട്ടിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നൈസായ ഒരു പാടയാണ്. അതിന്റെ ഉള്ളിൽ ചലം പോലോത്തൊരു വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ നീല നിറത്തിലുള്ള ചെറിയതായ വളരെ നൈസായ ഞരമ്പുകൾ കാണാം. ആ കണ്ണിന്റെ വലിയതായ വട്ടത്തിലുള്ള കറുപ്പ് മുഴുവൻ കാണുന്നതല്ല, അതിന്റെ നടുവിൽ ചെറിയ ഒരു വട്ട് കറുത്തതുണ്ട്, അതിന്റെയും നടുവിൽ ഒരു കുത്തുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ കാണുന്നത്. ഇത് എന്തോ ഒരു അത്ഭുതമാണ്. ആ കണ്ണിന്റെ ഉള്ളിലുള്ളത് വെള്ളമാണ്, അതിന്റെ ഉള്ളിൽ പുറത്തു നിൽക്കുന്നത് നൈസായ പാടയാണ്. ഈ സാധനം വെള്ളത്തിൽ നിന്നതുകൊണ്ട് അതിന്റെ പുറത്തു നോക്കിയാൽ കാണുന്നതും വെള്ളമാണ്. ഇടയ്ക്കിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നമ്മൾ കണ്ണിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ പുറത്തും കാണുന്നത് വെള്ളമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് ഉള്ളിലും പുറത്തും വെള്ളമായതുകൊണ്ട് ചീഞ്ഞു പോയി എന്ന് നമ്മൾക്ക് കേൾക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണമെന്ത്? ബിഖുദ്റത്തില്ല, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത്. അങ്ങനെയെങ്കിൽ മറ്റൊരു സാധനം പരിശോധിക്ക്. മനുഷ്യ ശരീരത്തിൽ രണ്ട് കാലുണ്ട്. അതിൽ നിന്ന് ഒരു കാല് വെള്ളത്തിൽ വെച്ചുകൊണ്ട് ഒരു 48 മണിക്കൂർ നിങ്ങൾ ഒരു കല്ലിൽ കയറിയിരിക്ക്. ഈ 48 മണിക്കൂറും കാല് വെള്ളത്തിലായാൽ പോയതുപോലെ അക്കാല് കൊണ്ട് തിരിച്ചു പോരാൻ സാധ്യമല്ല. എന്തേ? നിസാരമായ ഒരു പാടയുടെ ഉള്ളിലും പുറത്തും വെള്ളമല്ലേ, എന്നിട്ടത് ചീഞ്ഞു പോകുന്നില്ല. അതേ സ്ഥാനത്ത് എന്തിനും കൽപ്പുള്ള 60, 65, 75, 80 വരെ കിലോ ഉള്ള മനുഷ്യനെ താങ്ങി നടക്കുന്ന കാല്, ആ കാല് 48 മണിക്കൂർ വെള്ളത്തിൽ വെച്ചതുകൊണ്ട് ആ കാലിന്റെ പവർ നഷ്ടപ്പെട്ടു പോയി. പോയതുപോലെ പോരാൻ ആ കാല് സമ്മതിക്കുന്നില്ല. കാരണമെന്ത്? അതിനെ നോക്കുന്നവൻ അല്ലാഹ്.
കണ്ണിനെ പോറ്റുന്നവനും അല്ലാ. ഇതാരാണ് എനിക്കിങ്ങനെ സംവിധാനിച്ചു തന്നത്? ഈ കഴിവുകൾ എനിക്ക് നൽകിയതാരാണ്? എന്റെ കണ്ണിനെ ഇത്രയും അത്ഭുതകരമായ നിലയിൽ സൃഷ്ടിച്ച് ഈ ലോകം മുഴുവനും കാണാൻ, ഈ ലോകത്തിന്റെ സൗന്ദര്യം കാണാൻ, ഈ ലോകത്തുള്ള ജനങ്ങളെ കാണാൻ, അല്ലാഹുവിന്റെ കഅബ കാണാൻ, എന്റെ മാതാപിതാക്കളെ കാണാൻ, എന്റെ ഭാര്യ സന്താനങ്ങളെ കാണാൻ സൗകര്യം നൽകിയവനാരാ? അവനെ എനിക്കൊരു നോക്ക് കാണണേ. ഈ ലോകത്ത് വെച്ച് ബുദ്ധിമാനികളുടെ, ബുദ്ധിജീവികളുടെ, മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെങ്കിൽ പരിശുദ്ധ ഖുർആനിലേക്ക് വരൂ. നമുക്ക് വലിയ കൊട്ടാരമുണ്ടായതുകൊണ്ട് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നില്ല. ലോകസുന്ദരി ഭാര്യയായതുകൊണ്ട് ആഗ്രഹം പൂർത്തീകരിക്കുന്നില്ല. അതേപോലെ ആയിരക്കണക്കിന് ഹെക്ടർ നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും മനുഷ്യന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നില്ല. എത്ര തന്നെ ഉണ്ടായാലും അതിനൊരു മറുവശമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടൊന്നും അവന്റെ ആഗ്രഹം പൂർണ്ണമല്ല. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമുള്ളത് അവനെ ഇതേ രൂപത്തിൽ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവനാരോ അവനെ ഒരു നോക്ക് കാണണേ. അവനാണ് അല്ലാഹ്. എവിടെയാ അല്ലാഹ്? എവിടെയാണ് അല്ലാഹ്? അവനൊരു നോക്ക് കാണണം, അതാണ് ആഗ്രഹം. ബാക്കി എല്ലാം നിസ്സാരമാണ്. ആഗ്രഹങ്ങൾ എത്രയോ ഉണ്ട്, പക്ഷെ അതെല്ലാം നിസ്സാരമാണ്. ഏറ്റവും വലിയ ആഗ്രഹം ഇതാണെങ്കിൽ അതെങ്ങനെ നിറവേറും പൂർത്തീകരിക്കും? പരിശുദ്ധ ഖുർആൻ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ. ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഫലാഹ്, വിജയം എന്ന പദം ഉപയോഗിച്ച് കാണാം. അതിലെല്ലാം മെയിനായിട്ട് കാണുന്നത് സംസ്കരണമാണ്. ഇവിടെയും അല്ലാഹു ഉദ്ദേശിക്കുന്നത് അതെ, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ. നിശ്ചയം വിജയിച്ചു. ഖദ് അഫ്ലഹ, നിശ്ചയം വിജയിച്ചു. അഥവാ അവനവന്റെ ഉടമയെ കണ്ടുമുട്ടും, അവനവന്റെ സൃഷ്ടാവിനെ കണ്ടുമുട്ടും, അവന്റെ റാസിഖിനെ കണ്ടുമുട്ടും, അവന്റെ ഇലാഹിനെ അവൻ കണ്ടുമുട്ടും. ആര്? മൻ തസക്കാ, ശരീര സംസ്കരണം ചെയ്തവൻ. ശരീര സംസ്കരണം ചെയ്തവൻ. എങ്ങനെയാണ് സംസ്കരിക്കുക? മുന്തിയ തൈലം തേച്ച്, മുന്തിയ സോപ്പ് തേച്ച് കുളിച്ച്, അതിന്റെ മുകളിൽ പൗഡർ ഉപയോഗിച്ച്, മുന്തിയതായ ബോഡി സ്പ്രേ ഉപയോഗിച്ച്, നല്ലതായ ടോപ്പ് ഡ്രസ് അണിഞ്ഞ്, അതിന്റെ മുകളിൽ സ്പ്രേ വീണ്ടും ഉപയോഗിച്ച്, അതേപോലെ നല്ല ഷോ കൊടുക്കുന്ന പൗഡറുകൾ ഉപയോഗിച്ചാൽ അവന്റെ ശരീരം സംസ്കരിക്കപ്പെടുമോ? ഇതിനാണോ സംസ്കാരം എന്ന് പറയുന്നതല്ലേ? അല്ല. നേരെ മറിച്ച് ഖുർആൻ പറയുന്നത് വദകറ സ്മ റബ്ബിഹി ഫസല്ലാ, അവന്റെ റബ്ബിന്റെ ഇസ്മിനെ ഓർത്തവൻ. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ. ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ്. വിജയിച്ചു ആര്? ശരീര സംസ്കരണം ചെയ്തവൻ വിജയിച്ചു. തൊട്ടു പറയുന്നു വദകറ സ്മ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ ഇസ്മിനെ ഓർത്തവൻ വിജയിച്ചു. അപ്പോഴാണ് ശരീര സംസ്കരണം ഉണ്ടായിത്തീരുന്നത്. എന്താണ് അവിടെ അല്ലാഹ് എന്ന് പറയാതെ അവന്റെ റബ്ബിന്റെ ഇസ്മു എന്ന് ഉപയോഗിക്കാൻ എന്താ കാരണം? അതിൽ കാരണമുണ്ട്. അതെന്താ? റബ്ബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പദം ആണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് നോക്ക്. 30 ജുസ്ഇൽ നിന്ന് ആദ്യമായി നമ്മൾ ഓതുന്ന ആയത്ത് ബിസ്മി കഴിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനിക്ക് സർവസ്തുതിയും. ആരാണ് അല്ലാഹു? ആരാണ് അല്ലാഹു? അല്ലാഹുവാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ലോകത്തുള്ള ജീവികളെ മുഴുവനും ജീവിപ്പിച്ചവൻ പറയുന്നില്ല, മരിപ്പിച്ചവൻ പറയുന്നില്ല, മറ്റുള്ള സിഫത്തുകളൊന്നും പറയാതെ അവിടെ അല്ലാഹു തആല കൊണ്ടുവന്ന പദം ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക പരിപാലകനായ അല്ലാഹു റബ്ബ്. റബ്ബ് എന്നാണ് അവിടെ കൊണ്ടുവന്നത്. കാരണമെന്ത്?
ജീവികള് മൊത്തത്തിലും മനുഷ്യൻ പ്രത്യേകിച്ചും 24 മണിക്കൂറിന്റെ ഇടയിൽ 23,000-ൽ പരം പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ 24 മണിക്കൂറിന്റെ ഇടയിൽ 23,000-ൽ പരം പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഈ ശ്വാസം മേലോട്ട് കയറ്റി താഴോട്ട് ഇറക്കുന്നവൻ ആര്? ഈ ശ്വാസം മേലോട്ട് കയറ്റി താഴോട്ട് ഇറക്കുന്നവൻ ആര്? നല്ലോണം 450 കൊടുത്ത് നല്ലോണം ആട്ടിറച്ചി വാങ്ങിട്ടെ ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം ഞാനും എന്റെ കുട്ടികളും തിന്നും. വെറുതെ അല്ലടാ, നോക്ക് തേങ്ങ പോലെ എന്റെ മസിൽ നിൽക്കണല്ല, നടക്കാം. നമുക്ക് പറയാൻ തോന്നിപ്പോവും. കൈ ഇങ്ങനെ പിടിച്ചിട്ടേ ഒരു 35-40 പ്രായമുള്ള ആളുകൾക്കില്ലേ, കൈ ഇങ്ങനെ പിടിച്ചാൽ കണച്ചൊടുക്കാൻ കിട്ടോക്ക്. വെറുതെ അല്ലത് 450 കൊടുത്തിട്ട് നല്ലോണം ആഴ്ചയിൽ 2 പ്രാവശ്യം വാങ്ങും. തിന്നാൻ കൊടുക്കുന്ന കുട്ടികൾക്ക് പെണ്ണുങ്ങളെ ചെയ്യേണ്ടത് എന്താ ഒരു കൊഴുപ്പ്, എന്തോ ഒരു ഉഷാറ്, എന്താണത്? നല്ലോണം ആട്ടിറച്ചിയാൻ വാങ്ങിക്കൊടുത്തിട്ടാ. ശരി 48കാരനായ മനുഷ്യൻ മരിക്കുമ്പോൾ, 45-48കാരൻ മരിക്കുമ്പോൾ എന്താണ് അവൻ മരിക്കാൻ കാരണം? നല്ല ആരോഗ്യമുള്ളവനല്ലേ, സൗകര്യമുള്ളവനല്ലേ? എന്റെ അറിവിലുണ്ടൊരു സുഹൃത്ത്, കോടിക്കണക്കായ ഉറുപ്പികയുടെ ആസ്തിയുള്ളവൻ, ലക്ഷക്കണക്കായ ഉറുപ്പികയുടെ വരുമാനമുള്ളവൻ, വെറും 47കാരന് വൈകുന്നേരം കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ ഒരു കേടുമില്ല. രാവിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ മൂണ്ടുന്നില്ല. ഭാര്യ ചെന്ന് വിളിച്ചു നോക്കുമ്പോൾ ആകെ കുലുങ്ങുകയാണ്. എന്തിനാണ് ഹംസ മരിച്ചത്? സൗന്ദര്യവതിയായ ഒരു ഭാര്യയുണ്ട്, സൽസ്വഭാവികളായ മക്കളുണ്ട്, ലക്ഷക്കണക്കിൽ ഉറുപ്പികയുടെ വരുമാനമുണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്. എന്തിനാണ് അവൻ മരിച്ചത്? അവൻ എന്തിന് ശ്വാസം അടക്കിക്കളഞ്ഞു? അത് മനുഷ്യ കഴിവിൽപ്പെട്ടതല്ല. ആ ശ്വാസം മേലോട്ട് കയറ്റുന്നവൻ അല്ലാ, ആ ശ്വാസം താഴോട്ട് വലിക്കുന്നവനും അല്ലാ. അവന്റെ റബ്ബിന്റെ ഇസ്മിനെ ഓർത്തവൻ വിജയിച്ചു. അല്ലാ എന്ന ദിക്റ്, അല്ലാ എന്ന് പറയപ്പെടുന്ന ദിക്റ്, അഫ്ളലു ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഞാനും എന്റെ പൂർവികന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് 4 ദിക്റാണ്. ഒന്ന് ശരീഅത്തുകാരുടെ ദിക്റ്, ഇല്ലല്ലാഹ് എന്നുള്ളത് ത്വരീഖത്തുകാരുടെ ദിക്റ്, അല്ലാഹ് എന്നത് ഹഖീഖത്തുകാരുടെ ദിക്റ്, ഹു എന്നത് മഅരിഫത്തുകാരുടെ ദിക്റ്. അതിൽ നിന്ന് അല്ലാഹ് എന്ന് പറയപ്പെടുന്ന വെറും 4 ഹർഫുകള്, ഒരലിഫ്, 2 ലാം, 1 ഹ. ഇത് ഹഖീഖത്തിന്റെ ഇസ്മ, ഹഖീഖത്തുകാരുടെ ദിക്റ്. ഇതാരെങ്കിലും ഒരാൾ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ അവന്റെ ശ്വാസത്തിലൂടെ ഓട്ടിക്കൊണ്ടിരുന്നാൽ, ഇതിലുള്ള ഓരോ ഹർഫുകളും അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഹർഫുകളാണ്, അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശിക്കുന്ന ഹർഫുകളാണ്. അതൊരു മനുഷ്യൻ ഓർത്തുകൊണ്ടിരുന്നാൽ ആ ഹർഫുകൾ ചെന്നു മുട്ടുമ്പോൾ അവന്റെ ഹൃദയം ദോഷങ്ങളിൽ മുഴുകി കറുത്തി ഇരുണ്ട് കിടക്കുന്നതാണെങ്കിലും ആ ഹൃദയത്തിലുള്ള കലകളെയും കറുപ്പുകളെയും പുകകളെയും നീക്കിക്കൊണ്ട് അവന്റെ ഹൃദയത്തെ അല്ലാഹുവിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. അവിടെ നിന്ന് വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ബ്ലഡിൽ മുഴുവനും അല്ലാഹുവിന്റെ നൂറ്, ആ നൂറ് അവന്റെ ശരീരത്തിൽ മുഴുവനും വ്യാപിച്ചുകൊണ്ട് അവന്റെ തൊലിയിലെ, മാംസത്തിലെ, എല്ലിലെ, ഞനത്തിലെ, നഖത്തിലെ, മുടിയിലെ, പല്ലിലെ മുഴുവനും അല്ലാഹുവിന്റെ നൂറ്. ഇങ്ങനെ വരുമ്പോൾ ഖദ് അഫ്ലഹ മൻ തസക്കാ, ശരീര സംസ്കരണം ചെയ്തവൻ വിജയിച്ചു. മണ്ണിനാലാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ആ സൃഷ്ടിപ്പിൽ നിന്ന് മാറി ആ മണ്ണിന്റെ ചൊയയും കളറും മാറിക്കൊണ്ട് അത് അല്ലാഹുവിന്റെ നൂറായി മാറി. അവന്റെ തൊലിയിൽ നൂറ്, അവന്റെ മാംസത്തിൽ അല്ലാഹുവിന്റെ നൂറ്, അവന്റെ എല്ലിലും ഞനത്തിലും നഖത്തിലും മുടിയിലും അവന്റെ ഹൃദയത്തിലും അല്ലാഹുവിന്റെ നൂറ്. കാഴ്ചയുള്ള ഒരു മഹാ നോക്കിയാൽ അല്ലാഹുവിന്റെ നൂറല്ലാതെ മറ്റൊന്നും അതിൽ കാണാൻ സാധ്യമല്ല. ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനെത്തുമ്പോൾ ആ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവർ ഗൗസിങ്ങളാണ് എന്ന്. കാരണം പരിപൂർണമായും അവർ അല്ലാഹുവിൽ ലയിച്ചു പോയി. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്, മഹാന്മാരെ, അവരാണ് മശായിഖുമാർ.
ആ അവസ്ഥയിൽ ഒരു മനുഷ്യനെത്തുമ്പോൾ ഇത് പ്രസംഗിക്കാൻ മാത്രം ഉള്ളതാണോ? അല്ല എങ്കിൽ അവനവന്റെ സൃഷ്ടാവിനെ വിളിച്ചാൽ, അവനവന്റെ ഉടമയെ വിളിച്ചാൽ, അവനവന്റെ ഇലാഹിനെ വിളിച്ചാൽ, അവനവന്റെ നേതാവിനെ വിളിച്ചാൽ, അവന്റെ എല്ലാം ആയ അല്ലാഹുവിനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമോ? തീർച്ചയായും കിട്ടും, യാതൊരു സംശയവുമില്ല. ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, ആ മനുഷ്യന്റെ കൈകളിൽ അല്ലാഹുവാണ്, അവന്റെ കാലുകളിൽ അല്ലാഹുവാണ്, അവന്റെ കണ്ണിൽ അല്ലാഹുവാണ്, അവന്റെ കേൾവിയിൽ അല്ലാഹുവാണ്, അവന്റെ നാക്കിൽ അല്ലാഹുവാണ്, അവന്റെ ഏതേത് ഹറക്കാത്ത് സക്കനാത്തുകളുണ്ടോ അതുകളിൽ മുഴുവനും ഉള്ളത് അല്ലാഹുവാണ്. ഈ അവസ്ഥയിൽ മനുഷ്യനെത്തുമ്പോൾ അവനെ എപ്പോ വിളിച്ചുവോ നിമിഷം ഉത്തരം കിട്ടും. അവന്റെ റബ്ബായ അല്ലാഹു, ലോകത്തിന്റെ ഖാലിക്കായ അല്ലാഹു അവന്റെ കൂടെയുണ്ട്, സംശയം ഇല്ല. ഒരൊറ്റ ഉദാഹരണം നോക്ക്. അജ്മീറിൽ നിന്ന്, രാജസ്ഥാനിലെ അജ്മീറിൽ നിന്ന് സുമാർ 100-ൽ പരം കിലോമീറ്റർ പോയാൽ ഉൾട്ടബിസ്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേര് തന്നെ ഉൾട്ടബിസ്തി എന്നാണ്. സാമ്പാർ ഷെരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഖാജ മുഈനുദ്ദീൻ തങ്ങളുടെ പേരമകൻ കിടക്കുന്നുണ്ട്. അവിടത്തേക്ക് എത്തുന്നതിന്റെ സുമാർ 5 കിലോമീറ്റർ മുമ്പ് ഉൾട്ടബിസ്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടത്തിൽ മഖ്ദൂം സാഹിബ് എന്ന് പറയുന്ന ഒരു മഹാൻ കിടക്കുന്നുണ്ട്. അതിന്റെ അല്പം ഇങ്ങോട്ട് മാറി നേരെ ഉള്ളോട്ട് കയറിപ്പോയാൽ അവിടത്തിൽ കുണ്ടും കുഴികളും കാണാം. അവിടെ കല്ലുകൾ പെറുക്കി വെച്ചതുപോലെ കാണാം. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടത്തിലുള്ള ജനങ്ങൾ പറയുന്നത് അത് പഴയ കാലത്തുള്ള വീടുകളുടെ അടിഭാഗമാണ് എന്നവർ പറഞ്ഞു തരുന്നു. ആ സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് 1000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ നാട്ടിൽ നിന്ന് ഒരു മഹാനും അല്പം ശിഷ്യന്മാരും രാജസ്ഥാനിൽ വന്നു. ആ പ്രദേശത്ത് വന്ന് വെള്ളം ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു. സാധ്യമല്ല, ഭക്ഷണം അവർ നൽകിയില്ല, കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല. എന്ന് മാത്രമല്ല, ഇവര് മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണെന്ന് അറേബ്യൻ നാട്ടിൽ നിന്ന് വന്ന മുസ്ലിംകളാണെന്ന് അറിഞ്ഞപ്പോൾ അവർ പുച്ഛിച്ച് തള്ളി. ഒരു മുറുക്ക് വെള്ളം കൊടുക്കാതെ അവരവരെ തടഞ്ഞ് ഒരു ഭാഗത്തേക്ക് ക്ഷീണിതരായി നീങ്ങിയിരുന്നപ്പോൾ അതിൽ നിന്നൊരു ശിഷ്യൻ ചോദിച്ചു, തങ്ങളെ ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കട്ടെ. അല്പം വീടുകളിലൂടെ കയറി ഭക്ഷണം യാചിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് കഴിച്ചോ? സാധ്യമല്ല, എന്റെ ഗുരുവിന് കൊടുക്കാതെ ഞാൻ കഴിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്ത അതേ പാക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി വലിയ ഒരു പാക്കാക്കി കൊണ്ടുവന്ന് കൊടുത്തു. വളരെ സന്തോഷത്തോടെ അതുമായി അദ്ദേഹം തന്റെ ഗുരുവിലേക്ക് വന്ന് തന്റെ ഗുരുവിന്റെ മുന്നിലിരിക്കുന്ന ഒരു മുസല്ലയിൽ വെച്ചുകൊടുത്ത് ആ ഗുരു മഹാനവറുകൾ അതിന്റെ കെട്ടുകൾ അഴിച്ച് ആ സാധനത്തിലേക്ക് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ചീഞ്ഞു നാറുന്നതായ പുഴുക്കളരിക്കുന്ന മാംസമാണ്. മാത്രമല്ല അതിൽ വളരെ ഗൗരവമുള്ള വിഷവും ചേർത്തിരിക്കുന്നു. ഒരൊറ്റടിക്ക് ഇവര് ജീവൻ പോണമെന്ന ഉദ്ദേശത്തോടെ അത്രയും കഠിനമായ വിഷം ചേർത്ത് കൊടുത്ത ആ സാധനം കണ്ടപ്പോൾ മഹാനവറുകൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ആ മുസല്ലയുടെ ഒരു തല പിടിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹ്, പറഞ്ഞുകൊണ്ട് ആ മുസല്ല മടക്കിപ്പോയി. എന്താ സംഭവിച്ചത്? 20-ൽ പരം കിലോമീറ്റർ ഇന്നും പോയാൽ കാണാം, കെട്ടുകഥയല്ല. 20-ൽ പരം കിലോമീറ്റർ രാജസ്ഥാനില് ഉൾട്ടബിസ്തി എന്ന് പറയുന്ന സ്ഥലത്ത് ആ നാട് അല്ലാഹു മറിച്ചിട്ടു പോയി. വീടുകളും ജനങ്ങളും മുഴുവനും നശിച്ചുപോയി. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇന്നും ചെന്നാൽ കുണ്ടും കുഴിയും കാണുന്നത്. വളരെ കൂടുതൽ സ്ഥലം ഗവൺമെന്റ് പഴയ സാധനങ്ങള്, ബിൽഡിംഗ് പൊളിക്കുന്ന സാധനങ്ങൾ ഇട്ട് തൂർത്തുപോയി. അതുകൊണ്ട് മുഴുവൻ കാണാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അടിമയുടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് 24 മണിക്കൂറും അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൽ ലയിച്ച ഒരു മഹാൻ ഒരേ ഒരു വിളി വിളിച്ചപ്പോൾ 20-ൽ പരം കിലോമീറ്റർ അള്ളാഹു മറിച്ചിട്ട് പോയി. അത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല. ആരല്ലാഹുവിനെ തെരഞ്ഞുവോ അവനക്ക് അള്ളാഹുവിനെ പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൈകൾക്ക് പ്രത്യേകത, കാലുകൾക്ക് പ്രത്യേകത, കണ്ണുകൾക്ക് പ്രത്യേകത, ചെവിക്ക് പ്രത്യേകത,
അവന്റെ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകത. ഓരോന്നിനും ഉദാഹരണം പറയാനുണ്ട്, പക്ഷേ സമയമല്ല, നിങ്ങൾ എന്നെ പിരാകിപ്പോവും. നാടൻ ഭാഷയിൽ പറഞ്ഞാല് കുറെ മുമ്പിരിക്കാൻ തുടങ്ങിയതാ നിങ്ങൾ. ഓരോന്നിനോട് ഉദാഹരണം പറയാം. സഹാബത്തിൻ്റെതിലുണ്ട്, അടുത്ത കാലത്ത് ഇവിടെ ജീവിച്ചു പോയ വഫാത്തായി പോയ മഹാന്മാരിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാന്മാരെ സ്നേഹിക്കാൻ, അവരോട് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ ചുരുക്കി ഒരൽപ്പം ദിക്റും സലാത്തും ചൊല്ലി അല്പം ഫാത്തിഹയും ഓതി നമുക്ക് ദുആ ചെയ്യാം. അതെന്തിനു വേണ്ടി? മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ നാമം ഇവിടെ ചൊല്ലി ആ മഹാന്മാരും ശേഷമുള്ള മഹാന്മാരായ മശായിഖുമാർ, അടുത്ത കാലത്ത് ജീവിച്ചു വഫാത്തായി പോയ ഔലിയാക്കൾ വരെ എത്തിയ അവരെല്ലാം ഉപയോഗിച്ച അദ്കാറുകൾ ഒരു അല്പസ്വല്പം ചൊല്ലി ആ മഹാന്മാരുടെ ഒരു മഹബത്തും ബന്ധവും കൂടി നമ്മുടെ ഈ സദസ്സിലേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ ചെല്ലാൻ ഉദ്ദേശിക്കുന്ന അദ്കാറുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശൈഖുന അലി റളിയല്ലാഹു അൻഹുവിനിക്ക് പഠിപ്പിച്ച്, അലി റളിയല്ലാഹു അൻഹു ഹസൻ ബസരി തങ്ങൾക്ക് പഠിപ്പിച്ച്, അവിടെ നിന്ന് പോന്ന് മഹാനായ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിലൂടെ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി മഹാനവറുകളിലെത്തി. അവിടെ നിന്ന് കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ഡൽഹി, ഫരീദുദ്ദീൻ കഞ്ചുശക്കർ ചിശ്തി കാഞ്ഞിരമറ്റം, മഖദൂം അലാഉദ്ദീൻ അലി അഹമ്മദ് സ്വാബിരി ചിശ്തി ഉത്തരാഖണ്ഡ്. ആ വഴിയിലൂടെ പോന്ന് വീരാൻ ഔലിയ ആലുവ അബൂബക്കർ മുസ്ലിയാർ, കരുനാഗപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, CM മടവൂര് പോലെയുള്ള ഔലിയാക്കളിലേക്ക് എത്തപ്പെട്ടത്. അല്ലെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശൈഖുന അലി റളിയല്ലാഹു അൻഹുവിനിക്ക് പഠിപ്പിച്ച് അവിടുന്ന് ഹുസൈൻ തങ്ങളിലേക്ക്, അവിടുന്ന് സൈനുൽ ആബിദ് തങ്ങളിലേക്ക്, അവിടെ നിന്ന് മുഹമ്മദ് ബാഖിർ തങ്ങളിലൂടെ പോന്ന് മുഹീദ്ദീൻ ഷെയ്ഖിലൂടെ, റിഫായി ഷെയ്ഖിലൂടെ പോന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ 12ാമത്തെ പേരമകൻ കർണാടക സ്റ്റേറ്റിലെ അങ്കോല അടുത്ത് ബബ്ബർവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്രമിക്കുന്ന ഫതുഹുല്ലാഹിൽ ഖാദിരിൽ ബഗ്ദാദി മഹാനവറുകളിലൂടെ പോന്ന് ഈ പറയപ്പെട്ട ഔലിയാക്കളിലേക്ക് എത്തപ്പെട്ട അദ്കാറുകളിൽ നിന്ന്, സ്വലാത്തുകളിൽ നിന്ന് ഒരൽപ്പം ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. എന്തിനാ ഇത്ര പറഞ്ഞത്? നമ്മളെ വീക്കിലിൽ നിന്ന് കിട്ടിയതല്ല, മനോരമ ആഴ്ച പതിപ്പൊക്കെ ഉണ്ടല്ലോ, അതിന് കിട്ടിയതല്ല, ഇനി ചന്ദ്രികന്റെ നിന്നും കിട്ടിയതല്ല. പിന്നെ ഇത് അസലി തറവാടിയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മളിവിടെ ചെല്ലുമ്പോ ഇത് ചെല്ലിയ മഹാന്മാര്, ലക്ഷക്കണക്കായ ഔലിയാക്കൾ മശായിഖുമാരുണ്ട്, അവരുടെ അറുവാഹികൾ നമ്മുടെ സദസ്സിലുണ്ടാവും. 1. 2, അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും. 3, സാധാരണ ദിക്റിന്റെയും സലാത്തിന്റെയും മജ്ലിസ് നോക്കി നടന്ന് അത്തരം മജ്ലിസുകളിൽ ഇരിക്കുന്ന മഹാന്മാരായ മലക്കുകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം അദ്കാറുകൾ തെരഞ്ഞെടുത്ത് നമ്മൾ ചൊല്ലുന്നു. എന്നിട്ട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉത്തരം കിട്ടും. അതിനും ഉത്തരം കിട്ടൂലെങ്കിൽ പിന്നെ എന്ത് വായിച്ചാലും അവിടെ കിട്ടും. നിങ്ങളൊന്ന് പറഞ്ഞാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശൈഖുന അലി തങ്ങൾക്ക് പഠിപ്പിച്ച് ഇന്ന് വരെയുള്ള മഹാന്മാരായ മശായിഖുമാർ ഉപയോഗിച്ചത്. അതിന്റെ പുറമെ അള്ളാഹു ആരനെ കൊണ്ടാണോ ഈ ദീൻ ഇവിടെ നിലനിർത്തിയതെങ്കിൽ ആ മഹാന്മാരുടെ നാമം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ നീട്ടിയാൽ അള്ളാഹ് ഉത്തരം ചെയ്യൂല എങ്കിൽ പിന്നെ എങ്ങനെ അള്ളാഹ് ഉത്തരം ചെയ്യാതിരിക്കൂല? ഒരിക്കലും ഇല്ല. തീർച്ചയായും നമുക്ക് ഉത്തരം കിട്ടുമെന്ന പരിപൂർണ വിശ്വാസത്തോടെ പുരുഷന്മാരെല്ലാം തലമറക്കുക. നിങ്ങളൊക്കെ തലമറച്ചോലാണ്. ഞാനൊന്ന് ഉണർത്തിയതാണ്. ചൂടുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ എടുത്ത് അപ്പുറപ്പുറം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങെടുത്ത് തലയിലിടാം. ഇനി ആരെങ്കിലും കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തപ്പണ്ട, അല്ലേ? ഇപ്പൊ തപ്പണ്ട. ഇപ്പൊ കോളറൊന്ന് പൊക്കിയിട്ട് നേരെ തല മറച്ചോലെ പോലെ അവിടെ ഇരുന്നോളി. എന്നിട്ടോ പിന്നെ ഏതെങ്കിലും ഒരവസരത്തിൽ ഇത്തരം സദസ്സുകളിലേക്ക് പോകുമ്പോ ഒരു ചെറിയ ഒരു ടവ്വല് കയ്യിൽ കരുതുക. എന്തിനാണത്? എനിക്ക് വേണ്ടിയല്ല. പിന്നെ നാളെ മഹ്ശറിയിൽ വരുമ്പോ നന്മ തിന്മകളെ ഒന്ന് തൂക്കി കണക്കാക്കിയിട്ടാണ് മലായിക്കത്തുകൾ സൈൻ ചെയ്തിട്ട് നമ്മളെ പാലത്തിന്റെ അക്കരക്ക ഇക്കരക്കാന്ന് തീരുമാനിക്കുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ മഹ്ശറിയിൽ എത്തുമ്പോ നമ്മുടെ നന്മ തിന്മകളിൽ തുലാസുകളിൽ വെക്കപ്പെട്ട് ആ സമയം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തുലാസിന്റെ സൂര്യ നേരെ മധ്യത്തിലാണെങ്കിൽ മനുഷ്യൻ അവിടെ നിന്ന് ഉരുകിപ്പോകും. സുബ്ഹാനല്ലാഹ്.
ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? എന്നെ ഈ ഘട്ടത്തിൽ ആര് സഹായിക്കും? ഞാൻ എവിടത്തിലേക്ക് പോകും എന്ന വേദനയിൽ ഒരു മനുഷ്യൻ നിന്ന് ഒരുകുമ്പോൾ ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ നിന്ന് വന്ന് ചെല്ലിയതായ ഒരു ദിക്റ്, ഒരു സലാത്ത്, അല്ലെങ്കിൽ തലമറച്ചതായ ഒരു സുന്നത്ത്, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സുന്നത്ത് ഒരു മലക്ക് കൊണ്ടുവന്ന് അവന്റെ നന്മയുടെ തുലാസിലിട്ടാൽ തിന്മയുടെ തുലാസ് മുഴുവനും തെറിച്ചുപോയി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരൊറ്റ സുന്നത്തും ഒഴിവാക്കൂലായിരുന്നു ട്ടോ. ആട്ടോ എവിടുന്നാ പറയണത്? മനുഷ്യറിയുന്നേ. അവിടെ പിന്നെ സുന്നത്തെടുക്കണ പണിയുണ്ടോ? ഇല്ല. പിന്നെ എന്തു വേണം? അവിടെ കൊച്ചിയാവാതിരിക്കണമെങ്കിൽ പറ്റിപ്പോയി, ഇത്ര ഫളായില് സുന്നത്തിനുണ്ടെങ്കിൽ ഞാനൊരു ഒറ്റൊന്നും ഒഴിവാക്കൂല. ഞാൻ ഇടത്തെ കൈകൊണ്ടാ വെള്ളം കുടിച്ചിരുന്നത്, ബിസ്മിന്നെ മറന്നുപോയിരുന്നേ. ഒരു തലക്കെന്ന് അങ്ങോട്ട് എടുത്തു നോക്കിയാൽ നിസ്സാരമായിട്ട് നമുക്ക് നൈഷാദ കൂലി കിട്ടുന്ന എത്രയോ സുന്നത്തുകളുണ്ട്. അതെല്ലാം ഈസി ആയിട്ട് നമ്മൾ ഒഴിവാക്കി. പക്ഷെ ഒരു സുന്നത്ത് കൊണ്ട് മാശറയിൽ രക്ഷപ്പെടുമ്പോൾ മനുഷ്യൻ അന്തം വിട്ടു പോകും. അപ്പൊ അവിടത്തേക്ക് പാത്തുവെക്കാതെ സുന്നത്തുകൾ ഇവിടെ തന്നെ നിങ്ങൾ എടുത്തോ, വലത്തെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചോ, ബിസ്മി തന്നെ ചെല്ലണം, നിർബന്ധമാണ്, സുന്നത്താണ് എന്നെല്ലാം പറയണത്. ബിസ്മി ചെല്ലിക്കോളണം. കാരണം അള്ളാന്റെ ഭക്ഷണാണ്, അള്ളാഹു തരുന്ന ആഫിയത്ത് കൊണ്ട് ആ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. സാധനം മുഴുവനും അള്ളാഹ് തന്നതാണ്. അള്ളാഹുവിന്റെ ഭൂമിയിലാണ് ഇരിക്കുന്നത്. ഏത് വിധേന നോക്കിയാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് സുന്നത്തുകൾ മുഴുവനും ചെയ്യൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സഹോദരിമാരെ ഉറത്തു മറക്കുക. നിങ്ങൾക്ക് ഞങ്ങളെ പരിചയമില്ലാണ്ടായിരിക്കാല്ലേ? അല്ലല്ല, നിങ്ങൾ വന്നിരുന്ന് നിങ്ങൾ മാത്രം ഇരിക്കുമ്പോ ഉറുമ്പരിക്കുകയോ തലയിൽ പേനരിക്കുകയോ ചെയ്തെങ്കിൽ അറിയാതെ മാന്തിയിട്ടുണ്ടാവും. അപ്പൊ ഔറത്ത് വെളിവായിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ ഔറത്തൊന്ന് മറച്ച് സദസ്സിന്റെ ഹുറുമത്ത് മാനിച്ചുകൊണ്ട് പുരുഷന്മാർ തല മറക്കുകയും സഹോദരിമാർ ഔറത്ത് മറക്കുകയും ചെയ്ത് കുഞ്ഞുങ്ങളെ ഒരു ഭാഗത്ത് അടക്കിയിരുത്തി നല്ലത് പറഞ്ഞ് നമ്മളെ മുതൽ അവരൊരു ഭാഗത്ത് അടക്കിയിരുത്തി ദിക്റിലും സലാത്തിലും ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഓരോ ദിക്റുകളും വളരെ കനപ്പെട്ടതാണ്. നമ്മൾ കേൾക്കാത്തതും നമുക്കറിയാത്തതും അല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമില്ലാത്തത് ഒന്നോ രണ്ടോ ദിക്റുകൾ മാത്രമായിരിക്കാം. നമ്മൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, റിഫായി ശൈഖിന്റെ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, പിന്നെ അജ്മീർ ഖജ റളിയല്ലാഹു അൻഹുവിന്റെ ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നർത്ഥം വരുന്ന യാ ഹയ്യു യാ ഖയ്യൂം. അത് ചെല്ലിയാൽ എന്താ എന്നുള്ളത് പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ല, സമയം നീണ്ടുപോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് വളരെ മഹത്തായതാണെന്നും വളരെ ഫലവത്താണെന്നും മനുഷ്യന് ഓരോ ജുസ്ഇനും അള്ളാഹു ഹയാത്ത് നൽകുന്നതാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നീടുള്ളത് റിഫായി ശൈഖ് തങ്ങളുടെ ഒരു സ്വലാത്ത്. റിഫായി ശൈഖ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും രോമാഞ്ചമാണ്. കാരണം മദീനയിൽ ചെന്നുകൊണ്ട് ഫംദുദ് യദൈക ലീകൈ തുഹ്ലാ ബിഹാ ശഫതി, മുത്തേ ജദ്ദി അവിടുന്ന് കൈ അശറഫാക്കപ്പെട്ട കൈയൊന്ന് നീട്ടിത്തരണേ. ആ കയ്യിൽ ചുംബിച്ചുകൊണ്ട് എന്റെ ചുണ്ടിന് ശ്രേഷ്ഠത ലഭിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു എന്ന് പറയുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹ് കൈ പുറത്തേക്ക് നീട്ടിപ്പോയി. ആ മഹാനാണ് റിഫായി ശൈഖ്. അവരുടെ ഒരു സലാത്തുണ്ട്, اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. വിശദീകരിക്കാൻ സമയമല്ല. 24 മണിക്കൂറും മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ബഗ്ദാദിൽ നിന്ന് സുമാർ 300-ൽ പരം കിലോമീറ്റർ അകലെ റിഫായി എന്ന് പറയുന്ന പ്രദേശത്ത് വിശ്രമിക്കുന്ന മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചൊല്ലിയ ആ സ്വലാത്ത് ഇന്നും ഇവിടെ മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു.
അത്രയും കനപ്പെട്ടതാണ് തങ്ങളുടെ ഒരു സ്വലാത്ത്. പിന്നെ ഒരു ഇനീഷ്യൽ ദിക്റ, അതെന്താ? അല്ലാ അല്ലാ അല്ലാഹു 3 പ്രാവശ്യം അല്ലാ എന്നും 4ാമത് ഹു എന്നും. അങ്ങനെ ഒരു ദിക്റുണ്ടോ? ഉണ്ട്, അങ്ങനെയുണ്ട്. ആ റാത്തീബിന്റെ തേട് മറിച്ചു നോക്കിയാൽ കാണാം ഹു ഹ ഹു ഹി ഹ ഹു ഹി. ഇത് ഈ മൂല്യന്മാരെ ഇറച്ചിയും തേങ്ങാച്ചോറും കിട്ടാനുള്ള പണി തന്നെയാണല്ലേ. അല്ല, അങ്ങനെ ഒരു ദിക്റുണ്ടാവും. അത് മൂല്യന്മാര് കണ്ടെച്ചതല്ല. പിന്നെ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കള് അള്ളാഹുവിനെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രാവശ്യം ഓർക്കാൻ വേണ്ടി കണ്ടെടുത്ത വഴിയാ. അതെന്താ? ഹാ എന്ന് പറഞ്ഞെന്താ? ഹാ എന്തേ? ഹാ ഹു പറഞ്ഞെന്താ? ഹി പറഞ്ഞെന്താ? ഉണ്ട്, ഇതിന് അർത്ഥമുണ്ട്. ശ്രദ്ധിച്ചോല. ഇലാഹ ഹാ എടുത്തു, അതിലുള്ള ഹാ എടുത്തു. ഇല്ലല്ലാഹു അതിന്റെ ഹു എടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഹാ ഹു ഹി എന്ന് 3 അക്ഷരം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അവർ ചെല്ലിപ്പോയി. നമ്മൾ ലാ ഇലാഹ എന്ന് പറയുമ്പോഴത്തേന് ഹാ ഹു ഹി ഉണ്ടോ. അതിനാണ് അവർ കണ്ടെടുത്ത ഇനീഷ്യൽ ദിക്ർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരെ മനസ്സിലാക്കാനും മഹാന്മാരുടെ അഅമാലുകളെ കുറിച്ച് അറിഞ്ഞ് അവരോട് പിൻപറ്റി നല്ല പോലെ അല്ലാഹുവിനെ അറിഞ്ഞ് ആസ്വദിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ എല്ലാവരും പറഞ്ഞതുപോലെ ചെയ്യുക. എന്നിട്ട് ഖൽബൊന്ന് തുറന്ന് അല്ലാഹുവിലേക്ക് തിരിച്ച. എങ്ങനെ മൂല്യരെ കൽബ് തുറക്കല്? ഒക്കെ മെഡിക്കൽ കോളേജുകളിലൊക്കെ അല്ലേ? എന്താ? ബാക്കിയുള്ള എല്ലാ ചിന്തകളും ഒരല്പസമയത്തേക്കൊന്ന് മാറ്റിവെക്കുക. നമ്മളിപ്പോ ഈ ഇരിക്കണീന്റെ ഇടയിലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ കൂടി വന്നു പോണു. കാരണം നാളെ രാവിലെ നേരത്തെ പോണ സാധനങ്ങളോ കൊണ്ടുവരാനേ കടയിലേക്ക് അല്ലേ? അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ടാവും. ഒരല്പസമയത്തേക്ക് ഒന്നങ്ങനെ മാറ്റിവെച്ച് പടച്ചോനെ എനിക്ക് മരിക്കണല്ലോ, ഈ മങ്കൂട് കൊണ്ട്, ഈ ദോഷം ചെയ്ത് കൽബ് കറുത്ത മങ്കൂട് കൊണ്ട് ഞാൻ അസ്റായിലിനെ കണ്ടുമുട്ടിയാൽ ഞാൻ എനിക്ക് എന്ന് പറയാനല്ലേ കഴിയുള്ളൂ. അല്ലാ, അങ്ങനെ പറഞ്ഞ് മരിച്ചാൽ എന്റെ ദുന്യാവും ആഖിറവും പോയല്ലോ. പടച്ചോനെ എന്റെ അടിമയായി മരിക്കാൻ സഹായിക്കണേ എന്ന് അള്ളാനെ പേടിച്ചുകൊണ്ട്. അതുപോലെ ഖബറിൽ എനിക്ക് യാതൊരു ഏർപ്പാടുമില്ല. എന്റെ ഖബർ വിശാലമാകണമെങ്കിൽ ഞാൻ ദുന്യാവിൽ നിന്ന് അതിന് അമല് ചെയ്യണം. അതേപോലെ മഹ്ശർ എനിക്ക് നന്നാവണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അമല് ചെയ്യണം. അല്ലാ, നിന്റെ സഹായം വേണമെങ്കിൽ, നിന്നെ എനിക്ക് കൂട്ടിന് കിട്ടണമെങ്കിൽ ദുന്യാവിൽ വെച്ച് ഞാൻ തന്നെ ഓർത്തേ മതിയാവൂ എന്നോർത്തുകൊണ്ട് അല്പസമയം ദുന്യവിയായ സർവ്വചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് അനേകായിരം നിഅമത്തുകൾ അല്ലാഹ് ചെയ്തപ്പോൾ നമ്മിൽ നിന്ന് സംഭവിച്ചത് അനേകം ഹറാമുകളാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹറാമ് മനസ്സിലോർത്തുകൊണ്ട് ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് പറയൂ, അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. ഇനി അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന അർത്ഥം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ചെല്ലുമ്പോൾ, അല്ലാഹുവേ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ, അല്ലാഹുവേ നീയല്ലാത്ത സർവ്വ ചിന്തകളും എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയില്ലല്ലാഹ്. അല്ലാഹ് എന്ന ചിന്ത എന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തി തരണേ എന്ന നിയ്യത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله إلا الله. ഇനി റിഫായി ശൈഖ് തങ്ങളുടെ ഒരു ദിക്ർ 3 പദം, അതെല്ലാം മാപ്പിളർക്കും അറിയണതാ. മലിക്, ഹക്ക്, മുബീൻ. ഇതറിയാത്ത പോലെ ആരാ? എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കോലത്തിൽ അറിഞ്ഞോളണം എന്നില്ല. ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ. لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق المبين. ഇനി ഖജബപ്പാന്റെ ദിക്ർ, അജ്മീർ ഖജബപ്പാന്റെ ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം എന്ന്. അതിന്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എന്നെന്നും നിലനിൽക്കുന്നവനെ. ഇത് പറയുമ്പോ നമ്മുടെ മനസ്സിൽ വേണ്ടത് അല്ലാഹുവേ നീ എന്നെ നിലനിർത്തണേ അല്ലാഹ്. യാ ഹയ്യു അതിപ്പോ ഞാൻ പറയണില്ല. യാ ഖയ്യൂം എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നെ നീ നിലനിർത്തണേ അല്ലാഹ്. ഇപ്പൊ ഖിയാമത്ത് നാൾ വരെ പിന്തിച്ചിടണം എന്നാ നടക്കൂല, അത് നടക്കൂല. പിന്നെ എന്നെന്നും നിലനിൽക്കുന്നവനെ മണ്ണ് കൊണ്ടയിട്ടാലേ നശിപ്പിച്ച് കളയല്ലേ. മണ്ണ് കൊണ്ടയിട്ടല്ലേ വെള്ളക്കെട അല്ലേ? ആരുടെയും സ്വർണത്തിൽ പൊതിഞ്ഞ് പാത്തക്കാരില്ല. ഏത് വാപ്പയായാലും ഉമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും എത്രേ സ്നേഹമുള്ളതാണെങ്കിലും ജീവൻ പോയാൽ പിന്നെ അകന്നു. പിന്നെ മിനിറ്റ് കഴിയുന്നിടത്തോളം നമുക്ക് ശല്യ. അപ്പൊ എത്രയും വേഗം കൊണ്ടുപോയി മണ്ണിലിടും. കാരണം എന്താ? മനുഷ്യനെ അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്ന്, അത് ആ മണ്ണിൽ കൊണ്ടുപോയിടും. വെള്ളത്തിൽ നിന്നാണെങ്കിൽ വെള്ളത്തിലിട്ടിരുന്നു. പക്ഷെ മണ്ണാണ് അസില്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ എന്നെ മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കിയതാണ്. എന്റെ ബോഡി, എന്റെ നാവ് അനേകം ലക്ഷക്കണക്കല്ല കോടിക്കണക്കായ അദ്കാറുകൾ ചൊല്ലിയതാണ്. റബ്ബേ എന്റെ കണ്ണെന്റെ ഉമ്മയിലേക്ക് സന്തോഷത്തോടെ നോക്കിയതാണ്, എന്റെ കഅബയിലേക്ക് നോക്കിയതാണ്. അതുപോലെ എന്റെ ചെവിയും എന്റെ അവയവങ്ങളും നിനക്ക് വേണ്ടി നിന്നോട് വഴിപ്പെട്ടുകൊണ്ട് നിന്നോടുള്ള മഹബത്ത് കൊണ്ട് അനേകായിരം ഇബാദത്തുകൾ ചെയ്തവനാണല്ലാ. അതുകൊണ്ട് നശിപ്പിക്കല്ലേ അല്ലാ. യാ ഖയ്യൂം എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നെ നീ നിലനിർത്തണേ അല്ലാ. അതാണ് അർത്ഥമെങ്കിൽ പറയൂ. യാ ഹയ്യൂ യാ ഖയ്യൂം 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 യാ ഹയ്യൂ യാ ഖയ്യൂം. ഇനി റിഫായി ശൈഖ് തങ്ങളുടെ ഒരു സ്വലാത്ത് നേരത്തെ പറഞ്ഞത് അതെല്ലാ ആളുകൾക്കും അറിഞ്ഞോളണം എന്നില്ല. എല്ലാ ഏടുകളും പരിശോധിച്ചാൽ ചിലപ്പോൾ അത് കണ്ടോളണം എന്നില്ല. കാരണം അത് മഹാന്മാരിലൂടെ പകർന്നു പോകുന്നതായതുകൊണ്ട് അത് പബ്ലിക് ഏടുകളിൽ കൂടുതൽ കാണാൻ സാധ്യമല്ല.
ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ മഹത്വം ചിലപ്പോൾ അറിയാതെ പോയിട്ടും ഉണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ കനപ്പെട്ടതാണെന്നും അനേകം കൂലി കിട്ടുന്നതാണ് എന്നും മനസ്സിലാക്കി മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ് എന്ന് ഓർത്തുകൊണ്ട് ഒരു പ്രാവശ്യം ചൊല്ലിത്തരാം. പിന്നെ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ച് ഒപ്പം ചെല്ലാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഇനി 3 പ്രാവശ്യം അല്ലാ 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 എന്ന്, നാലാമത് ഹൂ എന്ന്. 3 പ്രാവശ്യം അല്ലാ അല്ലാ അല്ലാ, നാലാമത് ഹൂ. വലിയ വിശാലമായ അർത്ഥമാണ് അതിനുള്ളത്. അത് വിവരിക്കാൻ സമയവും ഇല്ല. അതങ്ങനെ പരസ്യമായിട്ട് വിവരിക്കേണ്ടുന്ന ആവശ്യവും ഇല്ല. അതിന് പറ്റിയതും അല്ല. എല്ലാ ആളുകളുടെയും ബുദ്ധി ഒരുപോലെയല്ല, എല്ലാ ആളുകളുടെയും അറിവ് ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നും ഇല്ല. വളരെ ഖനപ്പെട്ടതാണെന്നും വളരെ വിശാലമായ അർത്ഥമുള്ളതാണെന്നും ഏതോ ഒരു മനുഷ്യനെയും ഉള്ളി തോല് പൊളിക്കുന്നത് പോലെ അവന്റെ അമ്മാറ ലവ്വമ മുൽഹിമ പൊളിച്ചുകൊണ്ട് അവനെ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയുടെ സ്റ്റേജിലേക്ക് വലിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് മനസ്സിലാക്കി, അള്ളാഹുവേ എന്റെ നഫ്സിലുള്ള ചീത്ത സ്വഭാവങ്ങള്, എന്റെ ഹൃദയത്തിലുള്ള കലകള്, കറകള്, പുകകള്, അതുകളെല്ലാം നീക്കി നിന്റെ യഥാർത്ഥ ഇബാദുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാ അല്ലാ അല്ലാഹു 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 അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. صلى الله على محمد صلى الله عليه الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد وعلى أهل البيت سلم وصل على جميع الأنبياء والمرسلين وملائكة الله المقربين كلهم أجمعين والحمد لله رب العالمين. ഒരൽപ്പം ഫാത്തിഹ. എന്തിനാ തറക്ക ദിക്റും സ്വലാത്തും ചൊല്ലി എന്തിനാ ഇപ്പോൾ ഒരു ഫാത്തിഹ? സംശയമാണല്ലോ. എന്തായാലും നിസ്കാരം കൊണ്ട് നേരെ പാലം കടക്കാന്ന് ഉറപ്പുള്ളവർ എത്ര ആളുണ്ട്? ഒന്ന് കയ്യ് പോക്കി കാണി. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ട് പാലം കടക്കാം ധൈര്യമുണ്ടോ? നമ്മളുടെ നോമ്പ് കൊണ്ട് പാലം കടക്കാം ധൈര്യമുണ്ടോ? ഉണ്ടോ? പിന്നെന്താ ഉണ്ടോ മൂല്യരെ പാലം കിടക്കുക? കാലുകൊണ്ടല്ലേ? കാലുകൊണ്ടല്ലേ പാലം കിടക്കുക? നിസ്കാരം കൊണ്ടാ? നമ്മളെ നിസ്കാരം മഖബൂലായിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് വല്ല തെളിവും കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ചിന്തിക്കേണ്ടത്. നമ്മളെ നോമ്പുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവെന്താ കിട്ടി? ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലാഹ് സ്വീകരിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? തെളിവൊന്നുമില്ല. പിന്നെ നമുക്ക് പാലം കടക്കണ്ടേ? കടക്കണം. അതിനെന്താ പണി? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബാറകത്തും യത്തുമേ. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അസ്ഹാബുൽ ബദരീങ്ങൾക്ക്, ഉന്നതരായ മഹാന്മാരായ മശായിഖുമാർക്ക് അവർക്ക് ഫാത്തിഹ അങ്ങനെ ഓതിയാൽ മഹ്ശറിൽ വരുമ്പോ ഇതൊക്കെ എന്റെ കുട്ടികളെ പടച്ചോനെ, അള്ളാന്റെ ഹബീബുമാരാണ് അവര്. അഷ്റഫുൽ ഖൽഖിന്റെ വാക്കിന് യാതൊരു വ്യത്യാസവുമില്ല. മഹാന്മാര് റസൂലുള്ളാഹിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടെ നിന്ന് പറയും, ഇവരെല്ലാം എന്റെ ഉമ്മത്തികളാണ്. അല്ലാഹ് ഫാത്തിഹ ഓതി ഓതി അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മഹാന്മാരായ മശായിഖുമാരും അള്ളാന്റെ ഹബീബും ആണ്. ഇലാ ഹളറത്തി റൂഹി നബിയിനാ വശഫീഇനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات أرواح ساداتنا جبريل وميكائيل وإسرافيل وأزرائيل وسائر الملائكة كلهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين، خصوصا إلى حضرة روح خضر عليه السلام وإلى حضرة روح إلياس عليه السلام. الفاتحة. الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم آمين. وإلى حضرات أرواح ساداتنا أبي بكر وعمر وعثمان وعلي وإلى حضرة روح سيدتنا فاطمة الزهراء وسيدنا الإمام الحسن والحسين وسيدتنا خديجة الكبرى وعائشة الصغرى أمهات المؤمنين رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات روح مشايخنا خصوصا إلى حضرة روح شيخنا غوث العالم سلطان محي الدين عبد القادر الجيلاني، وإلى حضرة روح شيخنا سلطان العارفين الشيخ السيد أحمد الكبير الرفاعي، وإلى حضرة روح شيخنا قطب الهند خواجة معين الدين سني السنجري الجميلي، وإلى حضرة روح شيخنا ضياء الدين بن نجيبي عبد القاهر سورة ورضي رمضان قدس اللهم أسرارهم ورضى عنهم وانفعنا بهم أجمعين. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم آمين. وإلى حضرات أرواح ساداتنا صحابه البدريين والوحيدين بقية الصحابة والقرابة كلهم رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا ومعشوقنا وقرة أعيننا الشيخ السيد السلطان ميران شاه الحميد الناغوري، وإلى حضرة روح شيخنا داود ولي الله، وإلى حضرة روح شيخنا ومعشوقنا وقرة أعيننا الشيخ السيد السلطان سيد لفي المنفرمي قدس اللهم أسرارهم وارض عنهم وانفعنا بهم أجمعين. الفاتحة. الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح سيدنا الشيخ سلطان محمد مولى جلال مستان، وإلى حضرة روح شيخنا الشيخ محمد صالح مولاه، وإلى حضرة روح شيخنا مرشدنا مربينا الشيخ عبد الله الشيخ الصابري القادري الرفاعي السهر ورضي الحمدان قدس اللهم أسرارهم وارض عنهم وانفعنا بهم أجمعين. الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم آمين. وإلى حضرات أرواح آبائنا وأمهاتنا ومشايخنا وأساتذتنا وسائر أقربائنا وأحبابنا، وإلى حضرات أرواح من ماتوا منا، وإلى حضرات أرواح من دفنوا في محلتنا هذا، وإلى حضرات أرواح جميع المؤمنين والمؤمنات أجمعين. الفاتحة. الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പസമയം മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാതെ നമ്മുടെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് അള്ളാഹ് എന്ന ചിന്തയിൽ ഇരിക്കുകയും ദുആ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും നമ്മുടെ സദസ്സ് ഇജാബത്തുള്ളതാവാൻ സാധ്യത ഉണ്ട്. ധാരാളം ആലിമീങ്ങൾ സാദാത്തീങ്ങൾ, ചിലപ്പോൾ ബർക്കത്തിന് ഒരു തങ്ങളൂട്ടിയൊക്കെ ഉണ്ടാകുക ചില സ്ഥലത്ത്. ഇതിപ്പോൾ അതല്ല, എത്രയോ സാദാത്തി സയ്യിദന്മാർ തന്നെ ഉണ്ട്. അതും നല്ല നമ്പറുള്ള നല്ല കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാർ. അല്ലാഹു തആല അവർക്ക് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും നൽകട്ടെ. ആമീൻ. നമുക്കും അവർക്കും തോനക്കാലം അള്ളാന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യാനുള്ള സന്മനസ്സും തൗഫീഖും ആരോഗ്യത്തോടുമുള്ള ആയുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനവന്റെ മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ എന്ന് പറയാം. മനസ്സിലായില്ല? ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് നമ്മൾ. നമ്മുടെ ഏറ്റവും മുഖ്യ ആവശ്യങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെയ്യേണ്ടത് അവനവന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ. ആ ആമീനാണ് ഉത്തരം. ഞാൻ ദുആ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ആമീൻ പറയണേ എന്നും വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മളെ കുഞ്ഞുമക്കളോട് ആ LKG-കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തു വന്ന നടമനെ ഓലുണ്ടെങ്കിൽ ഓലൊന്ന് വരട്ടെ. പരീക്ഷയ്ക്ക് വിജയിക്കണ്ടേ, പാസ്സാവണ്ടേ? വേണ്ടേ? പരീക്ഷയിൽ ജയിക്കണ്ടേ? മദ്രസ പോകണ്ടോ, സ്കൂളിൽ പോകണ്ടോ? അത് അവിടെ വന്നിരുന്നോളി, അവിടെ ഇരുന്നോളി. എന്നിട്ട് ആമീൻ പറയണം. ഒല വിളിച്ചോ, എൻ്റെ പാർട്ടിക്കാരൊക്കെ വിളിച്ചോ, എന്നിട്ട് ആമീൻ പറയട്ടെ കേട്ടോ. അപ്പൊ നല്ലോണം പരീക്ഷയിൽ വിജയിക്കൂലേ? അവിടെ ഇരുന്ന് ആമീൻ പറ. ഇല്ലെങ്കിൽ ഇന്ന് വന്നോളി. ഒറ്റ ആളും സംസാരിക്കാതെ ഇരുന്നിട്ട് പടച്ചോനെ വിജയിപ്പിക്കണേ, LKG-യിൽ വിജയിപ്പിക്കണേ, UKG-യിൽ വിജയിപ്പിക്കണേ. അണ്ട എന്തെല്ലാം ചോദിക്കാണ്ട് ഈ ബാല്യക്കാർ കുട്ടികൾക്ക്. അവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ട് സ്കൂളുകളിൽ വിജയിപ്പിക്കണേ, കോളേജുകളിൽ വിജയിപ്പിക്കണേ, എല്ലാ പരീക്ഷകളിലും വിജയിപ്പിക്കണേ. അല്ലാ നല്ല വീട് തരണേ, അല്ലാ നല്ല ഭാര്യയെ തരണേ, അല്ലാ നല്ല ജോലി തരണേ. അല്ലാ എന്തെല്ലാം ചോദിക്കാണ്ട്. നമുക്ക് ഈ വയസ്സായ ആളുകൾക്ക് 1, 2, 3 കാര്യമല്ലേ ചോദിക്കാനുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി യുവാക്കളൊക്കെ കുട്ടികളും കൃത്യമായി ദുആയിൽ പങ്കെടുത്ത് ശരിയായ ആമീൻ പറയണേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അവിടെ ഇരുന്നോളി. ഇടങ്ങളെ പാൻറിലൊന്നും ആവില്ല. അവിടെ ഇരുന്നു. ഈ തലത്ത് വന്നിരുന്നു. ഇങ്ങോട്ടിരുന്നോ ഇവിടുക്കണ്ടിരുന്നു. നല്ല കുട്ടികളായിട്ട് അവിടെ ഇരുന്നാണ്. എന്നിട്ട് നല്ലോണം ആമീൻ പറയണം കേട്ടോ. പരീക്ഷയിലൊക്കെ വിജയിക്കണ്ടേ? വേണ്ടേ? ഇരിക്കും. നല്ല കുട്ടികളാണ്. അവിടെ ഇരുന്നാണ്. അല്ലാഹ് അൽഹംദുലില്ലാഹ്. നല്ലോണം ആമീൻ പറയാം കേട്ടോ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നാലെണ്ണത്തിന് ആമീൻ പറയാൻ കിട്ടിയ നമ്മളുടെ ദുആക്ക് ഇജാബത്തുണ്ടാവും. വെറുതെ അല്ല, തമാശ കണ്ടോ. ആ കുഞ്ഞു കൈ നീട്ടി പടച്ചവനോട് ചോദിച്ചാൽ എത്രേ കരുണുള്ളവനാണ് അല്ലാഹെന്നറിയോ. അല്ലാഹു ഉത്തരം ചെയ്യും. ആമീൻ പറയോ? ആയിരിക്കെ നല്ല കുട്ടിയായിട്ട് ഇവിടെ വന്നിരുന്നോ? അവിടെ ഇരുന്നോ? നിങ്ങൾ വന്നിരുന്നോ? ഇവിടെ ഇരിക്കടാ. നല്ല കുട്ടികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ മഖ്ബൂലാക്കട്ടെ. നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു ഖബൂലാക്കട്ടെ. ദിക്റിന്റെയും സലാത്തിന്റെയും മഹാന്മാർക്ക് ഫാത്തിഹകൾ ഓതുന്നയും മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് നമുക്ക്. വ്യക്തിപരമായി, വീട് സംബന്ധമായി, സാമൂഹ്യമായി, അന്താരാഷ്ട്ര ലെവല് വരെ നോക്കിയാൽ ഇന്ന് മുഅ്മിനീങ്ങൾ ഒരു പ്രത്യേക ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണുള്ളത്. അത് എന്നെക്കാളും അറിയുന്നവരാണ് നിങ്ങളെല്ലാം. പത്രദ്വാര ധാരാളം അറിയാം. എന്താണ് അതിന്റെ രഹസ്യമെന്ന് ചോദിച്ചാൽ, പഴയ കാലങ്ങളെക്കാളും എല്ലാ ആളുകൾക്കും ലക്ഷ്യം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ നശിപ്പിക്കണം എന്നാണ്. നമ്മൾ നോക്കിക്കോളി, ഞാൻ വെറുതെ പറയുന്നല്ല. ആകമാനം ലോകത്ത് നോക്കിയാൽ ലക്ഷ്യത എന്താണ്? അതിന്റെ രഹസ്യം ഇത് ഇവിടുന്ന് അവസാനിക്കാനായി എന്ന്. അപ്പൊ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നല്ല പോലെ അമല് ചെയ്ത് ജീവിക്കുക. ഒരാളെ നമ്മൾ ദ്രോഹിക്കാൻ പോണ്ട. ആരോ എന്തോ നല്ലെണ്ണ തേക്കാതെ പറയണത് പറഞ്ഞോട്ടെ,
അതൊന്നും നമ്മളൊരു വിഷയമാക്കേണ്ടതില്ല. ബുദ്ധിജീവികൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറുള്ള ഏതൊരു മനുഷ്യനിക്കും മനുഷ്യ ബുദ്ധി കൊണ്ട് എത്താൻ കഴിയാത്ത അത്രയും വിശാലമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നറിയാം. ഫർള് അല്ല, സുന്നത്ത് തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 16-17 വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിലോ മറ്റോ വെച്ചുകൊണ്ട് ഒരു സെമിനാർ, ഡോക്ടർമാരുടെ ഒരു സെമിനാർ നടക്കുന്നതിന്റെ ഇടയിൽ നായ പന്നിയിലുള്ള അണുക്കളെ നശിപ്പിക്കാനുള്ള മരുന്ന് പലരും അവതരിപ്പിച്ചു, പരാജയപ്പെട്ടു. ഇസ്ലാമിന്റെ ഒരൊറ്റ നിസ്സാര നിയമ പറയണത്, നായ പന്നിയിലുള്ള അണുക്കളെ നശിപ്പിക്കാനുള്ള മരുന്ന് പലരും അവിടെ പ്രയോഗിച്ചു, പരാജയപ്പെട്ടു. അവസാനം ഒരു മുസ്ലിം ഡോക്ടർ മണ്ണ് കലക്കിയ വെള്ളം ചെറിയ ഒരു കുപ്പിയിൽ സ്വരൂപിച്ചിരുന്നു. അണുക്കളെ ടവലിന്റെ മുകളിൽ വെച്ച് അതിൽ നിന്നൊരു തുള്ളി വെള്ളം ഒറ്റിച്ചപ്പോൾ സാധനം ചത്തുപോയി. ഇതെന്താ മരുന്ന് എന്നാണ് പിന്നെ ബാക്കിയുള്ളവരുടെ അന്വേഷണം. അപ്പൊ പറഞ്ഞു, ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതുപോലത്തെ ഒരു നിയമം ഈ ലോകത്ത് വേറെ എവിടെ? അത് ബുദ്ധിയുള്ളവര് ചിന്തിക്കണം, അവർക്കത് പഠിക്കാൻ അവർക്കേ കഴിയൂ. അല്ല മരവിച്ചവര് ചിന്തിച്ചാൽ അത് കാണൂല. അതേതൊരു കാര്യം ഒരു സുന്നത്തെടുത്തുകൊണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ഫറളുകൾ എടുത്താൽ അതിന്റെയും അപ്പുറം മനസ്സിലാക്കാം. ഞാനതിലേക്ക് പോകുന്നില്ല, അറിയാതെ സമയം നീണ്ടുപോകും. അല്ലാഹു തആല കബൂലാക്കട്ടെ. നമുക്ക് യാതൊരു പേടിയും പേടിക്കല്ല. നമ്മൾ നമ്മളായിട്ട് നിലക്കുള്ള ഏറ്റവും മിനിമം ഒരു ദിവസത്തില് ഒരു 313 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ ഒരു 100 സലാത്തും ചെല്ലുക. 100 സലാത്ത് ചെല്ലാൽ എന്താ മന്തി കിട്ടുമോ? മന്തി ഒന്നല്ല, അതിന്റെ അപ്പുറം കിട്ടും. എന്താ? മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റാ വമൻ സല്ല അലയ്യ അശ്റൻ സല്ലല്ലാഹു അലൈഹി മിഅതൻ വമൻ സല്ല അലയ്യ മിഅതൻ സല്ലല്ലാഹു അലൈഹി അൽഫാ. ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവന്റെ മേല് 10 സലാത്ത് ചെല്ലും. ആരെങ്കിലും എന്റെ മേല് 10 സലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 100 സലാത്ത് ചെല്ലും. ആരെങ്കിലും നിത്യേന എന്റെ മേൽ 100 സലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 1000 സലാത്ത് ചെല്ലും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരു മനുഷ്യന്റെ മേൽ ഒരു ദിവസത്തില് അള്ളാഹു 1000 നിഅമത്ത് ചെയ്താൽ ആ മനുഷ്യൻ പിന്നെ ഒരിക്കലും ചീത്തയാവുകയില്ല. അല്ലാഹു സ്വലാത്ത് ചെല്ലും എന്നുള്ളതിനർത്ഥം അള്ളാഹു നിഅമത്ത് ചെയ്യലാണ്. 100 സലാത്ത് ചെല്ലാൻ ഒരു ദിവസത്തില് വെറും 10 മിനിറ്റ് മാത്രമാണ് സമയം ആവശ്യമുള്ളത്. അതേപോലെ 313 ദിക്ർ ചെല്ലാനും ഒരു ദിവസത്തിൽ വെറും 10 മിനിറ്റ് മാത്രം മതി. അങ്ങനെ ചെല്ലി ചെല്ലി ഒരു 70,000 1,00,000 ഒക്കെ ആയാൽ നരക ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ചെല്ലിപ്പോ 1,00,000 ആവണമെങ്കിൽ ഒരുപാട് ദിവസം വരുമല്ലോ. ഇന്ന് പോയിട്ട് നാളെ നേരം വെളുത്തിട്ട് കുടിക്കാരത്തെ വിളിച്ച് പറയേ, എന്തായാലും 2 മാല എടുത്തോളോണ്ട് കേട്ടോ. എന്നിട്ടോ രണ്ടാളും നാളെ മുതൽക്കാണ് ചെല്ലുക. 1,00,000 ദിക്ർ ചെല്ലുക ഉണ്ടാക്കുക. അതവിടെ സ്റ്റോക്ക് വെക്കുക. എന്നിട്ട് പിന്നെ നിത്യേനെ 313 ദിക്ർ 100 സലാത്ത് ചെല്ലിയാൽ പതുക്കെ നമുക്ക് ആരും അറിയാതെ പാലം കിടക്കുക. അത് മനോരമയിൽ വരാനൊന്നല്ല, അഹമ്മദാജി 1,00,000 ദിക്ർ ചെല്ലിക്കുണു തരേന്ന് പറയാനല്ല, പിന്നെ പാലം കിടക്കാൻ. അത് അറിയാതെ പോക്കറ്റിലവിടെ വെക്കുക. മരണസമയം നമുക്ക് അതിന്റെ ഗുണം മനസ്സിലാവും. അത് മതിയേനും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. തോന ദിക്റും സലാത്തും ചെല്ലാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എല്ലാ ആളുകളും ഒരല്പസമയം കൂടെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് മനസ്സിലുള്ള മുറാദുകൾ വെച്ച്, പ്രയാസങ്ങൾ വെച്ച്, മുഖ്യമായ കാര്യങ്ങൾ വെച്ച് ആമീൻ പറയണേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ബഹുമാനികളെ, ഇപ്പൊ നമ്മളെ കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താ? എന്താണ്? മഴ. എല്ലാവർക്കും ആവശ്യം, എല്ലാവർക്കും ആവശ്യമുണ്ടോ? എല്ലാവർക്കും ആവശ്യം? ഉറപ്പാ? അതവിടെ പറഞ്ഞു 1-2 ആൾക്കുള്ളൂ.
എല്ലാവർക്കും ആവശ്യം ചോദിച്ചു നോക്കാം. കിട്ടൂല, തരാൻ അതല്ലേ, ചോദിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ. എന്നൊരു 7 കൗസർ എല്ലാവരും ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരിമാര് മറക്കണ്ട, 7 പ്രാവശ്യം ഇന്നാഅതൈനാക്കൽ കൗസർ സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. റഹ്മാനുർ റഹീമായ തമ്പുരാനെ, പാപികളും ദോഷികളുമായ ഞങ്ങൾ ഇവിടെ ചൊല്ലിയതായ അദ്കാറുകളുടെയും അസ്ഹാബുൽ ബദരീങ്ങളുടെ നാമത്തിന്റെയും സ്വലാത്തുകളുടെയും ഖുർആന്റെ ഏറ്റവും ചെറിയ സൂറത്ത്, ആയിരക്കണക്കായ കാര്യങ്ങൾക്ക് നീ തുറന്നു കൊടുക്കുന്ന സർവ തട്ടുമുട്ടുകെട്ടുകളെയും നീക്കി ഫത്ഹാക്കുന്ന ഈ മഹത്തായ സൂറത്ത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സന്തോഷിപ്പിച്ച സൂറത്ത്, അനേകം ഫായിദകൾ എടുത്തു പറയാനുള്ള ഈ സൂറത്ത്, അല്ലാഹുവേ ഈ സലാത്തിന്റെയും സൂറത്തിന്റെയും ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ മഴ തരണേ അല്ലാഹ്.